മലപ്പുറത്ത് തോറ്റെങ്കിലും ഇടതുമുന്നണി വോട്ട് വർദ്ധിപ്പിച്ചതായി ഇടതുപക്ഷ സ്ഥാനാർത്ഥി വസീഫ്. മലപ്പുറത്ത് മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുകയായിരുന്നു വസീഫ്. മലപ്പുറത്ത് തോറ്റെങ്കിലും ഇടതുമുന്നണി വോട്ട് വർദ്ധിപ്പിച്ചതായി ഇടത് സ്ഥാനാർത്ഥി വസീഫ് മലപ്പുറത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അല്ല, നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ വോട്ട് കിട്ടിയിരുന്നെങ്കിൽ നമ്മൾ ജയിക്കുമല്ലോ. അപ്പോൾ പലരും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പൊതുവേ കേരളത്തിലുണ്ടാകുന്ന ഒരു എഡ്ജുണ്ട്, അത് UDF അനുകൂലമാണ്. ഇപ്പോൾ കുറച്ചായിട്ട് പ്രത്യേകിച്ച് അത് അവർ നന്നായിട്ട് അവർക്ക് ഗുണകരമാക്കുന്ന തരത്തിലേക്കുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായി. അതോടൊപ്പം നിങ്ങൾ ഈ പറയുന്ന പോലെയല്ല, 2019 മലപ്പുറത്ത് വോട്ട് കൂടിയതാണ്. 3,43,000 വോട്ട് മലപ്പുറത്ത് കിട്ടി എന്നാണ് കണക്ക്. അതായത് 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിനേക്കാൾ 12,000-ഓളം വോട്ട് വർദ്ധിച്ചു മലപ്പുറത്ത്. മറ്റെവിടെയും അങ്ങനെ ഇല്ല. ഇപ്പോൾ മലപ്പുറത്ത് അങ്ങനെ നമുക്ക് ഈ പറയുന്ന ഘടകങ്ങളുടെ വോട്ടൊക്കെ കിട്ടിക്കാണും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. തനിക്ക് പാർട്ടിയുടെയും സമസ്ത വോട്ടുകളും കിട്ടിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല. സംസ്ഥാന തലത്തിൽ ഇടതുഭരണം തുടർന്നോട്ടെ എന്നാണ് ജനങ്ങൾ കരുതിയത്. ദേശീയ തലത്തിൽ കോൺഗ്രസ് വരുമെന്ന് ചിലർ കരുതിയതാണ് UDF-ന് കൂടുതൽ പിന്തുണ കിട്ടിയതെന്നും വസീഫ് പറഞ്ഞു. അങ്ങനെയല്ല, അങ്ങനെയാണെങ്കിൽ 2019 എങ്ങനെയാ LDF തോൽക്കുക? 2019 ഉള്ളതിനേക്കാൾ ഒരു സീറ്റ് ആർക്ക് നഷ്ടപ്പെട്ടു? കോൺഗ്രസിന് നഷ്ടപ്പെട്ടു. തൃശ്ശൂർ BJP-ക്ക് കൊടുത്തു. ആര്? കോൺഗ്രസ്. എന്നിട്ട് ഇപ്പോൾ അവർക്കുള്ള സീറ്റ് എത്ര? 18. 2019 അവർക്കുണ്ടായിരുന്ന സീറ്റ് 19. ഒന്ന് കുറഞ്ഞതാ. അപ്പോൾ ഭരണവിരുദ്ധ വികാരം ഇല്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത്. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. ഖത്തർ ഗോൾഡൻ ഡയമണ്ട്സ്, കാലിക്കറ്റ് റോഡ്, വളാഞ്ചേരി മെയിൻ റോഡ്, താനാളൂർ.